ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഒരു പണ്ടും എൻ്റെ ചെറുപ്പത്തിലെ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കതുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചു. അപ്പോൾ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല, അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പിയൊക്കെ മഗ്ഗാണെന്ന്. ഞാൻ അങ്ങനെ കുടിച്ചില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവമുണ്ട് ഒരുപാട്. പോട്ടെ. വാവാ സുരേഷിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത ആ ഒരു അവതാരകൻ വാവാ സുരേഷിനോട് ചോദിച്ചു, ഏതെങ്കിലും തരത്തിൽ ഈ പാമ്പിനെ പിടിക്കുന്ന ജോലിയിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമം നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്ന്. ആ മനുഷ്യൻ അനുഭവിച്ച വലിയ ഒരു വേദനയുടെ ഭാണ്ഡക്കെട്ടുകൾ അവിടെ അയച്ചു വെക്കുകയാണ്. ഒറ്റ കാര്യമല്ല പറഞ്ഞത്, ഒന്നിന് പുറകെ ഒന്നായിട്ട് വലിയ ഒരു വേദനയുടെ പ്രയാസത്തിൻ്റെ വലിയ ഒരു കുത്തൊഴുക്ക് തന്നെ ആ മനുഷ്യൻ അവിടെ നടത്തുകയാണ്. എന്തിനേറെ അവതാരകന് പോലും അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യനെ ആലിംഗനം ചെയ്തുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ മനുഷ്യന്മാർ മുഴുവനും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് വാവാ സുരേഷിനെ വിളിച്ചു വരുത്തുന്നുണ്ടെങ്കിലും ആ മനുഷ്യനെ വേണ്ട രൂപത്തിൽ പരിഗണിക്കണമെന്ന് ഒരാളും പറയുന്നില്ല. പക്ഷേ മനുഷ്യനായിട്ട് കാണാമായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ഇന്ന് ഇതുപോലെ ഉള്ള ആളുകളോട് ചോദിക്കുന്നത്. ആ മനുഷ്യൻ്റെ വാക്കുകൾ നിങ്ങൾ തന്നെ കേട്ടു നോക്ക്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയെന്നാണ്. അതേ പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു, അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു എന്നാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി, ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഒരു പണ്ടും എൻ്റെ ചെറുപ്പത്തിലെ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കതുണ്ടാകും. അപ്പോൾ അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചു. അപ്പോൾ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല, അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പിയൊക്കെ മഗ്ഗാണെന്ന്. ഞാൻ അങ്ങനെ കുടിച്ചില്ല, കളഞ്ഞു. ആ മനുഷ്യനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു അപമാനം. ഇതൊന്നു മാത്രമല്ല, ഇതിനോട് സമാനമായ നിരവധി ഉദാഹരണങ്ങൾ ആ മനുഷ്യൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ്. ഏതൊരു മനുഷ്യനും ചിന്തിച്ചു പോകും, ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ നമ്മുടെ ഇടയിലുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ യാഥാർത്ഥ്യമാണ്, ഇതിനേക്കാൾ മോശം രൂപത്തിൽ ഉള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന്. ആ മനുഷ്യൻ ചോദിച്ചത് ഒരല്പം വെള്ളമാണ്, അതും മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ട്. ആർക്ക് വേണ്ടിയിട്ട്? ആ മനുഷ്യനിൽ ഏൽപ്പിക്കപ്പെട്ട വലിയ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ടല്ല ആ മനുഷ്യൻ്റെ പ്രൊഫഷനായിട്ട് ആ മനുഷ്യൻ ഇതിനെ തിരഞ്ഞെടുത്തത്. മറ്റുള്ള ആളുകളുടെ പ്രയാസവും ബുദ്ധിമുട്ടും നീങ്ങുമല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടാണ്. അതിനാകട്ടെ ആ മനുഷ്യനെ ത്യജിക്കേണ്ടി വന്നിട്ടുള്ളത് തൻ്റെ ഫാമിലിയുടെ കൂടെയുള്ള നല്ല നല്ല നിമിഷങ്ങളാണ്. അതാകട്ടെ വലിയ കടങ്ങളിലേക്ക് ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ സമാധാനം വരെ കെടുത്തുന്ന രൂപത്തിലുള്ള കടബാധ്യതകൾ ഈ ഒരു പ്രൊഫഷൻ ഏറ്റെടുത്തത് കൊണ്ട് ആ മനുഷ്യന് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഓരോ ആളുകൾ വിളിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ വലിയ പാമ്പ് കടന്നു വന്നിട്ടുണ്ട്, ഒന്ന് വരുമോ, ഒന്ന് സഹായിക്കുമോ എന്ന്.
ആ സമയത്ത് ആ വീട്ടിലേക്കൊരു മടിയും കൂടാതെ കടന്നു ചെല്ലുമ്പോൾ ആ പാമ്പിനെ കൃത്യമായി പിടിക്കാനും മണിക്കൂറുകൾ ആ വീട്ടിൽ ചെലവഴിക്കുമ്പോൾ ആ മനുഷ്യന് ദാഹം കൊണ്ട് ഭക്ഷണമല്ല ചോദിച്ചത്, ഒരിറ്റ് വെള്ളം ചോദിച്ചപ്പോൾ ആ മനുഷ്യനത് കുടിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അടുത്തുള്ള ആൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രത്തോളം അധപ്പതിച്ചു പോയോ മനുഷ്യന്മാർ. ഇത് വെറും, എനിക്ക് തോന്നുന്നത് ഇത് വെറും ഒരു മനുഷ്യൻ്റെ, ഒരു പാമ്പ് പിടിയനായിട്ടുള്ള ഒരു മനുഷ്യനോട് കാണിക്കുന്ന അവഹേളന അല്ല, മറിച്ച് ഇതിൽ കൃത്യമായിട്ടുള്ള ജാതീയത കടത്തി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വാവാ സുരേഷിൻ്റെ ജാതി എന്താണ് അതിവിടെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അല്ലാതെ ഇങ്ങനെ ഒരിക്കലും ചെയ്യൂല. ആ മനുഷ്യന് വേണമെങ്കിൽ ഒരുപാട് അനുഭവം വേറെയും പറയുന്നുണ്ട്. ഞാനൊരു പാമ്പ് പിടിക്കുന്ന ആളുകളായതുകൊണ്ട് അതുകൊണ്ട് കുട്ടികൾക്കോ ആ വീട്ടിലുള്ള ആളുകൾക്കോ ഒക്കെ ഇങ്ങനെയുള്ള വിഷമങ്ങൾ വരുമോ എന്ന് പേടിച്ചിട്ടാണോ എന്ന്. അങ്ങനെയാണെങ്കിൽ നല്ല ഒരു വെള്ളം കൊടുക്കാമായിരുന്നു, ബാത്റൂമിലെ വെള്ളം ഒഴിവാക്കിക്കൊണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ആർക്കാണ് അതിനെ അംഗീകരിക്കാൻ കഴിയുക? ആ ഒരു സമയത്ത് ആ മനുഷ്യൻ്റെ വേദന ആ ഇൻ്റർവ്യൂവിലൂടെ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഭാഗം നിങ്ങൾ കേട്ട് നോക്കുക. എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ, ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന്. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു, ഞാനിവിടെ നിന്ന് ഇറങ്ങി, ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിലിരുത്തി, ഞാൻ ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ അഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവരെല്ലാം അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്ന് എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു, എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് കുറ്റിക്കൊണ്ടു ഞാൻ ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് എൻ്റെ ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവമുണ്ട് ഒരുപാട്. പോട്ടെ. വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിനെ പറയാനായിട്ട് കഴിയും. മനുഷ്യനെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂല വിളിച്ച് വരുത്തിയ വ്യക്തിയെ. കാരണം ഒരു സുഹൃത്തിനും അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒരു ഗ്ലാസ്സിൽ കുറച്ച് പായസം ആ മനുഷ്യന് കൊടുക്കാനാണ് ഇത്രയും വലിയ അവഹേളന അവിടെ കാണിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്തിനാണ് പിന്നെ ആ മനുഷ്യനെ ആ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ട ആവശ്യം? ആ മനുഷ്യൻ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടല്ല, മറിച്ച് എന്തായാലും വരണമെന്നുള്ള ആ ഒരു ശാസന കൊണ്ട് തൻ്റെ സുഹൃത്ത് വിളിച്ചു, ആ ക്ഷണം സ്വീകരിച്ചു. അതുകൊണ്ട് ചെന്നപ്പോൾ അവിടെയും അവഹേളനയാണ്. അവർ കുടിക്കുന്ന ആ ഗ്ലാസ്സിൽ ഈ വാവാ സുരേഷിന് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും രോഗം പകരുമോ എന്നാണെങ്കിൽ എന്തിനാണ് ആ മനുഷ്യനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യകത അവിടെ? അത്രയും ആ മനുഷ്യനോട് വെറുപ്പുണ്ട് എങ്കിൽ ആ മനുഷ്യനെ എന്തിനെ വിളിച്ചു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ആ മനുഷ്യൻ തങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നതല്ല, മറിച്ച് ആ മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണ്. ആ ഒരു രംഗം നിങ്ങൾ ആ മനുഷ്യൻ പറയുന്നത് ശ്രദ്ധിച്ചോ? വീട്ടിലേക്ക് കടന്നുപോയി. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിൻ്റെ മുമ്പ് ആ മനുഷ്യന് കുടിക്കേണ്ട വെള്ളം, കൊടുക്കേണ്ട പായസത്തിൻ്റെ ഗ്ലാസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് വാങ്ങിക്കാൻ ഒരു ചെറിയ കുട്ടിയെ പറഞ്ഞയക്കുകയാണ്. ഇത്രത്തോളം ആ മനുഷ്യൻ ഓരോ വ്യക്തികളിൽ നിന്നും അനുഭവിക്കുന്ന വേദനകൾ തുറന്നു പറയുമ്പോൾ
ആ മനുഷ്യൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്ന രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ കാണാനായിട്ട് കഴിഞ്ഞത്. ആ മനുഷ്യന് വേണമെങ്കിൽ ഇതൊരു പ്രൊഫഷനായി തിരഞ്ഞെടുത്തിട്ട് ഇതിൽ നിന്ന് ലക്ഷങ്ങളല്ല കോടികൾ ഉണ്ടാക്കാൻ കഴിയും. ഈ ഒരു വിഷയത്തിനെ നല്ല രൂപത്തിൽ വിനിയോഗിക്കാതെ ആ മനുഷ്യന് തോന്നുന്ന രൂപത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ, പക്ഷെ അതൊന്നും ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് ആ ഒരു മനുഷ്യൻ ഈ ഒരു പ്രൊഫഷനെ തിരഞ്ഞെടുത്തതുകൊണ്ട് പല ആളുകളുടെയും ഇതുപോലെയുള്ള അവഗണന നേരിടേണ്ടി വന്നപ്പോൾ ആ മനുഷ്യൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കുകയാണ്. ആലോചിക്കുക, ഇതുപോലെയുള്ള ആളുകളുണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കാണ് ഇങ്ങനൊരു അവഹേളനം നേരിടേണ്ടി വന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നുകൂടി ആലോചിക്കുക. ആ മനുഷ്യനെ നിങ്ങൾ മനുഷ്യനായിട്ടെങ്കിലും ഒന്ന് കണ്ടാൽ മാത്രം മതി. വേറെ ഒന്നും ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിളിക്കുമ്പോൾ ഓടി വരുന്നത് ആ മനുഷ്യന് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ വേദനയും പ്രയാസവും മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അതിനുള്ള ഒരു പരിഗണന ആ മനുഷ്യന് കൊടുത്താൽ മാത്രം മതി എന്നാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.